ഇതുപോലെ പേരയിൽ നിറയെ കായ്കളുണ്ടാകാൻ ഈ ഒരു ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുക്കൂ. നിങ്ങളുടെ വീട്ടിലെ പേരയിലും നിറയെ കായ്കളുണ്ടാകും. ഗാർഡൻ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇതുപോലെ പേരയിൽ നിറയെ കായ്കളുണ്ടാകാൻ ഞാൻ എന്താണ് ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഒരു കമ്പിൽ തന്നെ ധാരാളം പേരയ്ക്കകൾ കിടക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ കഴിയും. ഇത് എൻ്റെ വീടിൻ്റെ മുൻവശത്ത് നട്ടിരിക്കുന്ന പേരയിലെ കായ്കളാണ്. ഇതിൽ നിറയെ കായ്കളുണ്ട്. നാം ശ്രദ്ധിക്കേണ്ട മെയിനായ കാര്യമെന്ന് പറയുന്നത് നന്നായി വെയിൽ കൊള്ളുന്ന ഒരു സ്ഥലത്ത് വേണം പേര നടേണ്ടത്. മാസത്തിലൊരിക്കൽ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കോഴിക്കാഷ്ടമോ ഇട്ട് കൊടുക്കുക. അതുമല്ലെങ്കിൽ കമ്പോസ്റ്റ് ഇട്ട് കൊടുത്താലും മതി. ഞാൻ എല്ലാം മാറി മാറിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു മാസം ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നുവെങ്കിൽ അടുത്ത മാസം കോഴിക്കാഷ്ടമായിരിക്കും ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ അടുത്ത മാസം ജൈവവളമായിരിക്കും. ഒരു വളം മാത്രമേ ഇട്ട് കൊടുക്കാതെ മാറി മാറി കൊടുക്കുന്നതാണ് ഇതിന് നല്ലത്. ഇതിന് മാത്രമല്ല, ഏത് പ്ലാന്റിനായിരുന്നാലും മാറി മാറി കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഏത് വളം ഞാൻ കൊടുത്തതിന് ശേഷമാണ് ഇതുപോലെ നിറയെ കായ്കൾ ഉണ്ടായി തുടങ്ങിയത് എന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുകൂടി ഒന്ന് കണ്ടു നോക്കൂ. ഇതുപോലെ നമ്മുടെ പേരയിൽ പൂക്കളും കായ്കളും ഉണ്ടാകുമ്പോൾ പൂക്കൾ പൊഴിഞ്ഞു പോവാതിരിക്കുവാനും കായ്കൾ നന്നായി വലിപ്പം വയ്ക്കുവാനുമാണ് നമ്മൾ ഫെർട്ടിലൈസർ നൽകണം. ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ഏത് ഫെർട്ടിലൈസറാണ് നൽകുന്നതെന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുഴുവനായും കാണാൻ ശ്രമിക്കുക. നമുക്ക് പേരയ്ക്ക മുറിച്ച് നോക്കാം. ഇനി നമുക്ക് ഫെർട്ടിലൈസർ ഉണ്ടാക്കാം. എങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിനായി ഈത്തപ്പഴത്തിൻ്റെ തൊലിയും ഉള്ളിയുടെയും സവാളയുടെയും തൊലി ഒരു 4 ദിവസത്തോളം ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന ശേഷം അരിച്ചെടുത്തതാണ്. ഇതിലോട്ട് മുട്ടയുടെ തോട് പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. മുട്ടയുടെ തോട് പൊടിച്ചത് ഒരു 4 സ്പൂണോളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നു. മുട്ടയുടെ തോട് ഞാൻ ഒരു കവറിലിട്ട് വെക്കാറാണ് പതിവ്. തോനെ ആകുമ്പോഴേക്കും അത് പൊടിച്ചെടുക്കും. എന്നിട്ട് ആവശ്യത്തിന് ചെടികളിൽ ചേർത്ത് കൊടുക്കും. നിങ്ങൾ അങ്ങനെയാണോ ചെയ്യാറ്? ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. ഇനി നമുക്ക് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. അതിനുശേഷം ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുന്നു. ഇനി നമുക്ക് ഒരു 3-4 ഇരട്ടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പേരയുടെ ചുവട് നന്നായി ഇളക്കി കൊടുക്കണം. ഞാൻ ഇവിടെ നന്നായി പേരയുടെ ചുവട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് കാണുമ്പോഴേ മനസ്സിലായിട്ടുണ്ടാകും. ഇനി ഈ ലിക്വിഡ് നമുക്ക് ഇതിൻ്റെ 4 ഭാഗത്തും ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ചുറ്റിനും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു. ഇനി നന്നായി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് മണ്ണ് ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. ഇതുപോലെ ഗാർഡൻ പരമായ വീഡിയോയ്ക്കായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം ഒരു ലൈക്കും കൂടി തരാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.